മോള് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? വേണ്ട മോളെ. അതെന്താ അമ്മേ? നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് മാതാവ് നമുക്കും തരും. ശരി അമ്മേ. പരിശുദ്ധ ദൈവമാതാവേ, ഞാൻ എൻ്റെ ആൻസി മോളെ അമ്മയുടെ തൃപ്പാദങ്ങളിൽ അടിമയിരുത്തുന്നു. അമ്മയുടെ ജനന തിരുനാളിനുള്ള അന്നയുടെ പിറന്നാൾ സമ്മാനം എന്ത് പറ്റി? മോളെ ഇന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നതാ. മോളോ? മരുമോള്? ആൻസി എനിക്കുള്ള സ്വന്തം മോളെ പോലെ തന്നെ അല്ലടാ. ബോബി പുറത്തല്ലേ? അതേന്ന്, ജർമ്മനിയില്. അവിടെ എന്താ പരിപാടി? ബിസിനസ്സാ. ഇപ്പൊ ലീവിന് വന്നിട്ടുണ്ട്. അവനും കൂടെ ഉണ്ട്. അല്ല, ആൻസിക്ക് എന്താ പറ്റിയേ? ഓ, അവള് ബാത്റൂമിലൊന്ന് തലയിറങ്ങി വീണു. ശരി എന്നാ കാണാട്ടോ. ശരി. കൺഗ്രാറ്റുലേഷൻസ്. എടോ, ആൻസി ഒരു അമ്മയാവാൻ പോകുന്നു. തനിക്കെന്താടോ ഒരു സന്തോഷമില്ലാത്ത? ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 4 മാസമായിട്ടുള്ളേ. അതിനെന്താ? എടോ, ഇവിടെ ഓരോ ദമ്പതിമാര് 8-10 വർഷം ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാണ്ട് കഷ്ടപ്പെടുകയാണ്. താൻ ഭാഗ്യവാനാടോ. ബോബി, ബോബി, ഇവൻ എന്തു മനുഷ്യനടി കൊച്ചേ? ഇച്ചായൻ അങ്ങനെയാ. ഡോക്ടറും അത് കാര്യാക്കണ്ട. എന്നാൽ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഇവനൊക്കെ പുറത്തിങ്ങനെയാണെങ്കി വീട്ടിലെങ്ങനെയായിരിക്കും? നടക്കില്ല ആൻസി, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്റെ ഇച്ഛായ, ഞാനൊന്ന് പറയട്ടെ. നീ എന്ത് പറയാനാ? 10 പൈസ പോലും സ്ത്രീധനം മേടിക്കാതെ നിന്നിങ്ങോട്ട് കെട്ടിയെടുത്തത് ലേബർ റൂമിലേക്ക് ഓടാനല്ല. നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മമ്മി പറഞ്ഞു. മമ്മി, BSc നേഴ്സിനൊക്കെ ജർമ്മനിൽ നല്ല ഡിമാൻഡ് ആടി. മാസം 5 ലക്ഷം രൂപയെങ്കിലും സാലറി കിട്ടും. അതല്ലേ ഞാൻ നിന്നെ കെട്ടിയേ. അതെനിക്കറിയാം ഇച്ഛായ. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ബോബിക്ക് വേണ്ടാത്ത കൊച്ചിനെ നിനക്കെന്തിനാടി? നമുക്കതിനോട് കൊന്നുകളയാം. ഞാൻ ഡോക്ടറമ്മയെ വിളിച്ചൊന്ന് പറയട്ടെ. പേടിക്കാനൊന്നുമില്ലടി പെണ്ണെ.
വേദന ഒന്നും എടുക്കൂല. എന്റെ പൊന്നാൻസി, നീ ആ വാ തുറന്ന് എന്തേലും പറയ്. ഇച്ചായനും മമ്മി എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ കൊന്നാലും അബോർഷന് ഞാൻ സമ്മതിക്കില്ല. കേട്ടല്ലോ? ഇനി നീ എന്തിനാടാ ആണാണെന്നും പറഞ്ഞ് നടക്കണത്? ഈ ഗതിയില്ലാത്തവളെ കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലടാ, നീ അനുഭവിച്ചോടാ. ഞാനൊരു ബിസിനസ്സുകാരനാ, നഷ്ടക്കച്ചവടത്തിനൊന്നും എന്നെ കിട്ടൂല. ഒരു 10-20 കൊല്ലം ജോലി എടുത്താ കാശത്ര ഉണ്ടാക്കാടി. കുട്ടികളും ഉണ്ടാവും, അവരവിടെ വളർന്നോളും. പറ്റൂലെങ്കിൽ ഒന്ന് ഇറങ്ങി പൂറി. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മച്ചി എന്ത് ചെയ്യാനാ? നിനക്ക് താഴെ 2 കൂടി ഇല്ലേ? അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ? ലോൺ എടുത്താ നിന്നെ പഠിപ്പിച്ചേ. അപ്പച്ചൻ കിടപ്പിലായതോടെ അതിന്റെ അടവും മുടങ്ങി. ബാങ്കുകാരെപ്പോഴാ വരണേന്നറിയില്ല. ഞാൻ പറഞ്ഞതല്ലേ കടങ്ങളൊക്കെ തീർന്നിട്ട് എനിക്ക് കല്യാണം മതിയെന്ന്. നല്ലൊരു ആലോചന ഒത്തുവന്നാ നടത്താതിരിക്കാൻ പറ്റൂടി? രണ്ടും അമ്മച്ചി തന്നെയല്ലേ പറയണേ. നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. മോൾ അവര് പറയണത് അനുസരിക്ക്. എന്റെ കുഞ്ഞിനെ കൊല്ലാനാ അവര് പറയണേ. അവൻ നിന്നെ ഉപേക്ഷിച്ച നീ എന്ത് ചെയ്യും? ഞങ്ങൾ അതിലൊന്നും ഇടപെടില്ല. അമ്മച്ചി, 4 കൊല്ലായി അപ്പച്ചനിങ്ങനെ വണ്ടി മുട്ടി കിടന്ന് കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. കൂട്ടത്തോടെ ചാവാത്തതേ ധൈര്യമില്ലാഞ്ഞിട്ടാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അപ്പച്ചനെന്തിനാ കരയണേ? കരയല്ലേ അപ്പച്ച? മോളതൊന്നും കാര്യമാക്കണ്ട. അമ്മച്ചി അമ്മച്ചിയുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ. ഏയ്, അതൊന്നും സാരമില്ല. അപ്പച്ചനിപ്പോ എങ്ങനെയുണ്ട്? ജെസ്സിയും ജാൻസിയും തിരിച്ചും മറിച്ചും കിടത്തുന്നതുകൊണ്ട് പുറം പൊട്ടിയിട്ടില്ല. എനിക്ക് എന്റെ കുഞ്ഞിന് വേണോ അപ്പച്ച? ഞാൻ എന്താ ചെയ്യണ്ടേ? മോള് മാതാവിനോട് ശരിക്കും പ്രാർത്ഥിക്കും. അവനും മാർഗരറ്റിനും നല്ല ബുദ്ധി തോന്നാൻ. അല്ലാതെ ഈ കിടപ്പ് കിടന്നിട്ട് അപ്പച്ചൻ എന്ത് ചെയ്യാനാ? ചേച്ചി, മക്കള് നന്നായി പഠിക്കണം, നല്ല ജോലി സമ്പാദിക്കണം. നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചിയും പൊന്നു പോലെ നോക്കണം. ശരി ചേച്ചി. ചേച്ചിക്ക് അതിന് പറ്റിയില്ല.
എടേ നീ എന്താടി തീരുമാനിച്ചേ? ഞാനിത് തീരുമാനിക്കാനാ. അതല്ലേടി നിന്നോട് ഞാനൊരു 100 വട്ടം പറഞ്ഞത്. ദേ ഇതിനോട് കളഞ്ഞിട്ടേ നീ ഇവന്റെ കൂടെ ജർമ്മനിക്ക് പോ. കളയെന്ന് പറഞ്ഞ പൂച്ചക്കുട്ടിയൊന്നുമല്ല, എന്റെ കുഞ്ഞാ. ഇതിന് എനിക്ക് മാതാവ് തന്നതാ. ഈ മാതാവിന് എന്തൊരു NRI-കാരന്റെ വിഷമം മനസ്സിലാവാത്തെ? മാതാവിനെല്ലാം മനസ്സിലാവുന്നുണ്ട്. രണ്ടാളും ശരിക്കൊന്ന് പ്രാർത്ഥിച്ചോ. എന്താ നീ ഞങ്ങളെ പേടിപ്പിക്കോടി? അവക്കടെ അഹങ്കാരം അങ്ങോട്ട് മാറട്ടെ. എന്റെ ലീവ് തീരാണ്. ആഘോഷം നടത്തിയിട്ട് കേറി അങ്ങ് വന്നേക്കണം. എടോടി. ഇപ്പോഴാണ് നീ ഒരാണായത്. വാട മോനെ വാ. ആൻസി എന്ത് തീരുമാനിച്ചു? ഡോക്ടറമ്മ എന്നെ കൊന്നേക്ക്, അതാ നല്ലത്. ഞാൻ എന്തിനാ നിന്നെ കൊല്ലുന്നത്? എന്നെ കൊന്ന എന്റെ കുഞ്ഞും മരിക്കൂലോ. എനിക്കിത് കാണണ്ടല്ലോ. ഭ്രൂണഹത്യക്ക് നമ്മുടെ സഭ എതിരാണെന്ന് ആൻസിക്ക് അറിയാലോ. മണൽത്തരികൾ പോലെ മക്കളുണ്ടാകണമെന്നാ സഭ പറയുന്നത്. അതൊന്നും മമ്മിക്കും ബോബച്ചാനും പറഞ്ഞ മനസ്സിലാവില്ല. ഡോക്ടറമ്മയ്ക്കും മനസ്സിലാവില്ല. ദേ നോക്ക്, ബോബിയുടെയും മാർഗരറ്റിന്റെയും കാര്യമൊന്നും എനിക്കറിയില്ല. എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഭ്രൂണഹത്യക്കെതിരാണ്. ദൈവത്തിനും സഭയ്ക്കും നിരക്കാത്ത ഒരു തെമ്മാടിത്തരത്തിനും ദേ ഞാൻ കൂട്ടി നിൽക്കില്ല. എന്ന് ഡോക്ടറമ്മ മമ്മിയോടൊന്ന് പറയൂ. ഞാൻ എന്തു പറയണം? ഞാനിവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിക്കോളാം. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഞാൻ പറഞ്ഞ അവര് കേൾക്കുവോ ആൻസി? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് പണമാണ് വലുത്. പണമുണ്ടാക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. ആൻസി, നമ്മൾ മരിക്കാൻ തീരുമാനിച്ചെടുത്തു നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മാതാവിന് കഴിയും. ഇതിരിക്കട്ടെ. വല്ലാതെ പതറിപ്പോകുന്ന അവസരങ്ങളിൽ നിനക്കിത് ഉപകരിക്കും. ഹലോ ബോബി മോനെ, മമ്മിയാടാ. ഇനി ഒന്നും പേടിക്കാനില്ലടാ.
ഡോക്ടറമ്മ പണി പറ്റിച്ചു. ഇനി നീ അവളെ അമേരിക്കയിലേക്കോ ജർമ്മനിയിലേക്കോ എവിടേക്കാണേലും കൊണ്ടുപോയിക്കോടാ. അവള് വരൂടാ. എന്ന് മമ്മി വെച്ചേക്കട്ടെ. ശരി മോനെ, ശരി കേട്ടോ. ഓക്കേടാ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഗുഡ് ഈവനിങ്. ബോബി തിരിച്ചു പോയോ? പോയി. അബോർഷനായിന്നാ മമ്മി വിചാരിച്ചേക്കുന്നെ. മമ്മി ഇച്ചാനെ വിളിച്ച് അത് പറയുകയും ചെയ്തു. അതല്ലേ മമ്മി വലിയ ഉത്സാഹത്തില് എന്നെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കാൻ വിട്ടത്. എന്തായാലും സുഖപ്രസവത്തിന് മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാകും നിനക്ക്. ഇവിടെ നിനക്ക് ഒന്നിനൊരു കുറവുണ്ടായിരിക്കില്ല. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിനക്ക് ജർമ്മൻ ഭാഷ പഠിക്കുകയും ചെയ്യാം. വരൂ. മോനെ, നീ എന്താടാ വന്നേ? അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങൾ അവൾക്കല്ല മമ്മി, എനിക്കാ. ഞാൻ അവളെ വിളിച്ചിട്ടില്ല. നീ മമ്മി ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറയടാ. എന്റെ ബിസിനസ് ഒക്കെ പൊടിഞ്ഞു മമ്മി. എന്റെ പാർട്ട്ണറിനെ ചതിച്ചതാ. അവര് പിടിച്ച് ജയിലിടാതിരുന്നത് ഭാഗ്യം. മലയാളികൾ പിരിവെടുത്തിട്ടാ ഫ്ലൈറ്റ് ടിക്കറ്റുള്ള കാശ് തന്നെ. എല്ലാം പോയോ മമ്മി? എന്റെ കർത്താവേ, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ ബോബിക്കുട്ടാ? എനിക്കറിയില്ല മമ്മി, എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല മമ്മി. എന്റെ മാതാവേ, ഞാനിനി ആൻസിയുടെ മുഖത്ത് എങ്ങനെ നോക്കൂ? എനിക്ക് വയ്യേ. അതെ, ഉറങ്ങാണോ? അല്ല, എന്തേ? ഞാനൊരു കാര്യം അറിഞ്ഞു. നമ്മുടെ ചെറിയാച്ചൻ പറഞ്ഞതാ. എന്താടി? ബോബി ജർമ്മനിന്ന് വന്നൂന്ന്. കള്ളവണ്ടി കയറി വന്നേക്കണേ. വിമാനത്തിലാ? അതല്ലാന്ന്, കാശൊക്കെ പോയി. അവൻ ആരാണ്ടൊക്കെ ചേർന്ന് പറ്റിച്ചു. പറ്റിക്കേ? നമ്മുടെ ബോബിനെ നീ എന്നെ ചിരിപ്പിക്കാവുന്ന എഴുന്നേറ്റ് പോയടി. അതെന്താ? അവനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ലേ? എൻ്റെ റോസ്ലി സാത്താൻ പോലും ബഹുമാനിക്കുന്ന കക്ഷിയാ. അത് അവൻ്റെ കയ്യിലിരിപ്പ്. മാർഗരറ്റിൻ്റെ അല്ലേ മോൻ? പിന്നെ എങ്ങനെ നേരെയാവാനാ? എൻ്റെ കൊച്ചിൻ്റെ ജീവിതം പോയി. ജർമ്മൻകാരനാ. ശ്രീധനൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനതിൽ വീണുപോയി.
ഈ കഷ്ടപ്പാടിന്ന് ഒരെണ്ണെങ്കിലും കര കയറുമല്ലോ എന്ന് വിചാരിച്ചു. അതും വെറുതെയായി. എൻ്റെ മോൾക്ക് ഇനി മാതാവ് മാത്രമുള്ള ആശ്രയം. നീ കരയൊന്നും വേണ്ടടി. ഒന്നില്ലെങ്കിലും അവളൊരു നേഴ്സല്ലേ, എവിടെ പോയാലും ജീവിച്ചോളും. അല്ല, അവളിനിപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നത് വെറുതെ ആവുമോ? അവൻ അവളെ ജർമ്മനിക്ക് വിടുവോ? എന്നെ കൊടുത്ത കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ എന്നെയും പിടിച്ചു കൊടുക്കും. അതാ മുതലേ. നിനക്ക് നിന്റെ മരുമോൻ്റെ സ്വഭാവം ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നീ ഒന്ന് എഴുന്നേറ്റ് പോയേ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. അപ്പച്ച, ആഹാ, ഇതാരത്? ബോബി മുതലാളിയാ? വാ വാ, ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. സന്തോഷം. ബോബിക്ക് ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ അറിയാമോ? അപ്പച്ചനും അമ്മച്ചിയും എന്നെ എന്ത് വേണേലും പറഞ്ഞു. ഞാൻ അതൊക്കെ കേൾക്കേണ്ടവനാ. അയ്യോ, ഞങ്ങളങ്ങനെ എന്തും പറയണവരല്ല. ദൈവത്തിന് നിരക്കാത്തൊന്നും ഞങ്ങൾ പറയാറില്ല, ചെയ്യാറുമില്ല. ഞാൻ നിങ്ങളെല്ലാവരും കണ്ട് ക്ഷമ ചോദിക്കാൻ വന്നതാ. ആരും എന്നെ വെറുക്കരുത്, ശവിക്കരുത്. എടാ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നീ ചെന്ന് ആൻസിയോട് പറ. ആ പാവത്തിനെ നീ കുറച്ചൊന്നല്ല വേദനിപ്പിച്ചിട്ടുള്ളത്. പോടാ, പോ, ചെല്ല്. ഞാൻ അവളുടെ അടുത്തേക്ക് തന്നെ പോണം. കാശുണ്ടാക്കാനുള്ള നെട്ടോട്ടായിരുന്നേ. മോശം വന്നില്ല, കാശിന്റെ വേലിയേറ്റായിരുന്നു. വേലിയർക്കം പോലെ എല്ലാം കുത്തിരിച്ച് പോവുകയും ചെയ്തു. 5 കാശില്ല ഇപ്പൊ കയ്യില്. പോട്ടെ. ആൻസി, ഇച്ചാൻ എന്താ തിരിച്ചു വന്നേ? ഇച്ചായൻ കരയ? എന്തിനാ കരയണേ? വാ, ചോദിക്കട്ടെ, വാ. എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, അവൻ ചതിച്ചൂടി. നമ്മുടെ വീട് പോലും പണയത്തില്ല, കോടികളുടെ കടമുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഞാൻ പോവാൻ റെഡിയാട്ടോ, ജർമ്മനിയിലേക്കേ. എനിക്കിനി അവിടേക്ക് വരാൻ പറ്റില്ലടി. ഇച്ചായം വരണ്ട, ഞാൻ പൊക്കോളാം. BSc നേഴ്സിന് വലിയ ഡിമാൻഡല്ലേ, നല്ല സാലറിയും കിട്ടും. പക്ഷേ അപ്പച്ചനും അമ്മച്ചിയും ഡിവോഴ്സിന് നിർബന്ധിക്കുമെന്നാ എൻ്റെ പേടി. അവര് നിർബന്ധിച്ച എനിക്ക് സമ്മതിക്കേണ്ടി വരും. NRI-കാരനായതുകൊണ്ടല്ലേ അപ്പച്ചനും അമ്മച്ചിയും കല്യാണത്തിന് സമ്മതിച്ചേ. ഇനിയിപ്പോ എന്റെ പഴയ അവസ്ഥയാണെന്ന് അറിയുമ്പോ
അവര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ നിന്നെ പറഞ്ഞൊക്കെ നീ തിരിച്ചു വരാനല്ലേ? അതേ ചായ, ഇച്ചായന് കാശാണല്ലോ വലുത്. എന്തായാലും NRIക്കാരന്റെ ബുദ്ധിമുട്ടൊക്കെ മാതാവിന് മനസ്സിലായി. നീ പറ ആൻസി, നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കോ? അനുസരിക്കാം. ഇനി വാക്കുമാറരുത്. ഇല്ലെന്നേ, നീ നിന്റെ വീട്ടുകാരും എന്നെ വെറുക്കാതിരുന്നാ മതി. എന്നാ വാ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ഒന്ന് വായിച്ചായ പറയാം. വാ. മാതാവിന്റെ പിറവിത്തിരുനാളിന് ഇവൾ പ്രസവിച്ചു. സുഖപ്രസവമായിരുന്നു. ഇവൾക്ക് ഞങ്ങൾ മേരി എന്ന് പേരിട്ടു. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇച്ചായന് വിശ്വസിക്കാം. ഇത് ഇച്ചായന്റെ മോളാ, നമ്മുടെ മോള്. ബോബി, ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ വളർത്താൻ മാത്രമാണ് നമുക്ക് അവകാശമുള്ളത്. കൊല്ലാൻ അവകാശമില്ല. തെറ്റുപറ്റിപ്പോയി, തിരുത്തണം. തിരുത്തും ഞാൻ. ആൻസി, വാ പോവാം.